ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഫില്ലിങ് വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഷവർമ്മയുടെയൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു സ്നാക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്നാക്സിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദാമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റും 1/4 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുബൂസിനൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇളം ചൂടുള്ള 1/4 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വെള്ളം കൂടി പോകാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. ഒരു പാകത്തിന് തന്നെ ഈ മാവ് കിട്ടണം കേട്ടോ, എങ്കിലേ ഇത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും കൂടി ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ വരെ ഇത് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് പൊങ്ങി വരാനായിട്ട്. ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 കഷ്ണം എല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചതും പിന്നെ 1/2 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ സോയാ സോസിൽ ഉപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചില സോസിൽ ഉപ്പുണ്ടാവും കേട്ടോ, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇത് വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അപ്പോൾ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ സോയാ സോസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത് ഒരു വശം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ തന്നെ കുക്കാക്കി എടുക്കണം കേട്ടോ, എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു സോയാ സോസും പിന്നെ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ട്, അല്ലാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ച് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിലിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ചേർത്താൽ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. ചെറിയൊരു ക്യാരറ്റ് കട്ട് ചെയ്തതും പിന്നെ ക്യാപ്സിക്കം കുറച്ച് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി എടുക്കുമ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇവ 3ഉം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ക്യാബേജ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഈ ഒരു മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് സോസാണ് കേട്ടോ. അപ്പോൾ 1/2 ടേബിൾ സ്പൂണ്
ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിച്ചിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ബോൾസാക്കി എടുക്കുമല്ലോ, ആ ഒരു വലിപ്പത്തിൽ ഇത് ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലും ചെറുത് വേണമെങ്കിൽ ഇതിലേറെ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് പരത്തിയെടുക്കുന്നത് ഓവൽ ഷേപ്പിലാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ റോളർ കൊണ്ട് 2-3 പ്രാവശ്യം ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അധികം തിന്നാക്കി ഒന്ന് പരത്തിയെടുക്കണ്ട. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ഇനി നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണ് വേണ്ടതെങ്കിൽ ഒന്നുകൂടി ബോൾസ് വലുതാക്കിയിട്ട് വലിയ ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ ആക്കാനായിട്ട് ആദ്യം ഇത് മൈദാമാവിലൊക്കെ ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. ബ്രെഡ് ക്രംസിലും നമ്മൾ സാധാരണ കട്ട്ലേറ്റിനൊക്കെ ചെയ്തെടുക്കുമല്ലോ, ആ ഒരു മെത്തേഡിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. സാധാരണ നിങ്ങൾക്ക് മുട്ട വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ, സാധാ നോർമൽ പച്ചവെള്ളമാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് ഈ മൈദ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് കലക്കിയെടുക്കേണ്ടത്. ലൂസാകാൻ പാടില്ല കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സ് ഉണ്ടല്ലോ, അത് ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ആദ്യം ഈ മൈദയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്തെടുക്കുന്ന ആ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. അടുത്തതായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇത് ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ 2 വശവും നന്നായിട്ട് തന്നെ വീർത്ത് വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിലും പരത്തിയെടുക്കാം കേട്ടോ. ഈ ഒരു ഓവൽ ഷേപ്പിലാവുമ്പോൾ കൂടുതൽ ഭംഗിയാണിത് കാണാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ പരത്തിയെടുത്തത്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കത്തി വെച്ചിട്ട് ഒരു കട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നല്ലതുപോലെ വീർത്ത് വന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാത്തിലും ഫില്ലിംഗ് നിറച്ചെടുത്തിട്ട് വരാം. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്തെടുത്ത ഈ ഒരു സ്നാക്സിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പൈപ്പിംഗ് ബാഗിൽ കുറച്ച് മയോണൈസ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഗാർണിഷ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താലുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി ഇതേപോലെ ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഹൈലൈറ്റ് ആവും കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പം ഇതേപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട്. നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ടും, അതേപോലെ കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുവരെ നിങ്ങൾ ഈ ഒരു സ്നാക്സ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിരുന്നുകാരൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ മറ്റ് സ്നാക്സിൻ്റെ കൂടെ ഈ ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനാവട്ടോ കൂടുതൽ ഹൈലൈറ്റ് കിട്ടുന്നത്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.